ട്രailing സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിൽ റൈറ്റ് സൈഡിൽ, അതായത് റൈറ്റ് എൻഡ് പോയിന്റിൽ എത്ര സീറോ ഉണ്ട് അതാണ് ട്രailing സീറോസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ 100 നമുക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലേ, 2 സീറോ ഉണ്ട്. അപ്പോൾ 1000 3 സീറോ ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് നമ്പേഴ്സ് തന്നുകൊണ്ട് ഇതിൽ എത്ര സീറോ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് തരുന്നതെങ്കിൽ ഇതിലെങ്ങനെ ട്രailing സീറോസ് എന്ന് കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ 100 നമുക്ക് 25 × 4 എന്ന് എഴുതാം. 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയറാണ്, 4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയറാണ്. ഇവിടെ 5ൻ്റെയും ട്രailing സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നിട്ടുള്ള നമ്പറിനെ 5ൻ്റെയും 2ൻ്റെയും പവേഴ്സിൽ എഴുതാം. ഇനി ഇവിടെ 5ൻ്റെയും 2ൻ്റെയും സെയിം ആവുന്ന പവേഴ്സ് എത്രയാണോ അതാണ് ട്രailing സീറോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇവിടെ 5 സ്ക്വയറും ഉണ്ട്, 2 സ്ക്വയറും ഉണ്ട്. അപ്പോൾ 2 ട്രailing സീറോസ് ഉള്ളത്. അത് കറക്റ്റ് അല്ലേ, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി 1000 നമുക്ക് 25 × 4 100 × 10. അപ്പോൾ ഇതിനെ 5³ × 2³ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ 5ൻ്റെയും 2ൻ്റെയും പവർ സെയിം അല്ലേ, സെയിം ആയിട്ടുള്ള പവർ എടുക്കണം. അപ്പോൾ ഈ 3 ട്രailing സീറോ. ഇതിൻ്റെ കേസിൽ അപ്പോൾ എന്ത് വരും, 2 നമ്പർ ഓഫ് ട്രailing സീറോസ്. ഇവിടെ 2ൻ്റെ പവർ 4ഉം 5ൻ്റെ 3ഉം ഉള്ളൂ. അപ്പോൾ സെയിം ആയിട്ട് എടുക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ 2ൻ്റെ 4 എടുക്കാൻ പാടില്ല. ഇവിടെ 5ന് 3 അല്ലേ പവറായിട്ടുള്ളൂ. അപ്പോൾ 2ൻ്റെയും 3 പവറായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ 3 ട്രailing സീറോസ് ഉണ്ട്. ഇനി ഇവിടെ 3 സ്ക്വയർ ഉണ്ട്, 7³ ഉണ്ട്. അങ്ങനെയൊക്കെ പ്രൊഡക്റ്റിൽ തരികയാണെന്ന് വെച്ചാൽ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 5ൻ്റെ സ്ക്വയർ, 5ൻ്റെ പവറും 2ൻ്റെ പവറും കൂടി കോമൺ ആയിട്ട് ഏതാണോ അതാണ് ട്രailing സീറോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇവിടെ 5 സ്ക്വയർ ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ. അപ്പോൾ കോമൺ ആയിട്ട് പവർ ഇവിടെ 2⁻1 അല്ലേ. അപ്പോൾ 5 സ്ക്വയറിലും 2⁻1ലും കോമൺ ആയിട്ട് പവർ ഉള്ളത് 1 ആണ്. അപ്പോൾ ഇത് 1 നമ്പർ ഓഫ് ട്രailing സീറോസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. 2 × 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. 5ന് അങ്ങനെ എഴുതാം. 10 എന്ന് പറയുന്നത് 2 × 5 ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 5 സ്ക്വയർ ഉണ്ട്, 2ന് 2⁻4 ഉണ്ട്. അപ്പം 5 സ്ക്വയർ 2ന് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 2 നമ്പർ ഓഫ് ട്രailing സീറോസ്. ഇനി ഇതിനെ എഴുതുന്ന സമയത്ത് 8 എന്ന് പറഞ്ഞാൽ 2³ ആണ്. 6ന് നമുക്ക് 2 × 3 എന്ന് എഴുതാം, പിന്നെ ഒരു 3, പിന്നെ 10ന് 2 × 5 എന്ന് എഴുതാം. ഇവിടെ പക്ഷേ നമ്മൾ എല്ലാത്തിൻ്റെ പവർ 2ൻ്റെ എത്ര പവർ ഉണ്ടെന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം 2നും 5നും കോമൺ ആയിട്ടുള്ള പവറാണ് നമ്പർ ഓഫ് ട്രailing സീറോ. ഇവിടെ ആകെ ഒരു 5 ഉള്ളൂ. അപ്പോൾ ഒരു ട്രailing സീറോ ആണ് ഈ പ്രൊഡക്റ്റിന് ഉണ്ടാവുക.